Good evening all. Welcome to India's first animated live tuition. Good evening everybody. Good evening. Hello. ആരൊക്കെയാണ് ക്യാമറ ഓഫ് ചെയ്തവരൊക്കെ വേഗം ക്യാമറ ഓൺ ചെയ്തേ. ദേവപ്രിയ, ഷാഹിദ്, ഗുഡ് ഈവനിങ് ദേവപ്രിയ. ക്യാമറ ഓൺ ചെയ്യോ? ദെൻ റോട്രിക്സ്, ഇരുട്ടാണല്ലോ റൂമില്, ലൈറ്റ് ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. ഗുഡ് ഈവനിങ് ബിബിൻ, ഗുഡ് ഈവനിങ് ചിന്മയ, യെസ് ഐശ്വര്യ. ദേവപ്രിയനെ കുറച്ച് നാളായോ ക്ലാസ്സിൽ കണ്ടിട്ട് ടീച്ചർ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല. എന്ത് പറ്റി? പറഞ്ഞോ. എന്ത് പറ്റി ഹോസ്പിറ്റല്? കാലിന് എന്ത് പറ്റി? വീണോ? എവിടെ വീണു? വീട്ടിലോ? എന്നിട്ട് എന്തേലും എന്താ ഫ്രാക്ചർ ആയോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ ആയോ? ശരി ശരി. ഓക്കെ, സുഖമാണോ ഐശ്വര്യ? ക്യാമറ ഓൺ ആക്കിക്ക് എല്ലാവരും. മക്കളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോ തന്നെ ക്യാമറ ഓൺ ആക്കി കയറൂ. പിന്നെ എനിക്ക് ഈ വായ്ത്താളം ഒഴിവാക്കാലോ ഈ ക്യാമറ ഓണാക്കും എന്ന് പറയുന്നത്. യെസ്. എന്ത് പറ്റി ആരതി? കോൾഡ് ആണോ? യെസ് തോന്നി. ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ച് ആണ് അല്ലെ? ഇടയ്ക്ക് മഞ്ഞ്, ഇടയ്ക്ക് വെയില്, ഇടയ്ക്ക് മഴ, എല്ലാം ഉണ്ട്. അതിന്റെയാണ് കോൾഡ്. അപ്പൊ കോൾഡ് ഒക്കെ വരാതെ സൂക്ഷിച്ചോളൂ. നമ്മുടെ എക്സാം അല്ലേ? ഓക്കെ, എന്തായി മക്കളെ? റിവിഷൻ ഒക്കെ കംപ്ലീറ്റ് ആയോ? എന്നാണ് എക്സാം? 23-ാം തീയതിയാണ് എക്സാം അല്ലേ? അവസാനമാണ് നമ്മുടെ എക്സാം വരണേ. ഗുഡ് ഈവനിങ് ആരതി, ഗുഡ് ഈവനിങ് ശിവാനി. എല്ലാവരുടെയും റിവിഷൻ ഒക്കെ കംപ്ലീറ്റ് ആയോ? നിങ്ങളുടെ പേഴ്സണൽ റിവിഷനാ ചോദിച്ചേട്ടോ. കൊച്ചിയുടെ അവസ്ഥ കണ്ടു ഷാഹിദെ. കൊച്ചിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും പല അവസ്ഥയാണ്. കൊച്ചിയിൽ മഞ്ഞാണെങ്കിൽ ഇവിടെ വെയിലാണ് രാവിലെ. എന്താ ചെയ്യാം? ഇതിപ്പോ മഴ പെയ്തു. കുറച്ചു മുന്നേ ഇവിടെ മഴയായിരുന്നു. 1 വീക്കായി മിസ്സേ. മാറുന്നില്ല. യെസ് കോൾഡ് ആണ്, മാറാൻ സമയം എടുക്കും. മരുന്നൊക്കെ കഴിക്കൂ കേട്ടോ. ഭാനുമതി, ഗുഡ് ഈവനിങ്. സെൽവകുമാർ ഓഡിയോ പോലും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചതിന് എന്തൊന്നും പറയാത്ത? നിങ്ങളുടെ റിവിഷൻ എന്തായെന്നാ ചോദിച്ചേ? റിവിഷൻ കഴിഞ്ഞോ? ഇവിടെ 3 പോലെയാണ്. ആണോ ഐശ്വര്യ? ഓക്കെ. സ്കൂളിലത്തെ റിവിഷൻ കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? എന്താണ് അവസ്ഥ? കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണ്. ഇന്ന് നമ്മൾ 2 ചാപ്റ്റർ നോക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിലും കൂടെ നമുക്കൊരു അവർ ഉണ്ട്. അതിൽ നമ്മുടെ ബാക്കിയുള്ള 2 ചാപ്റ്റർ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ മാരത്തൺ ആണ് കാണുള്ളൂ. മാരത്തൺ നമുക്ക് എത്ര സമയമാണോ കിട്ടുന്നത് ആ സമയത്തിനുള്ളിൽ ഈ 6 ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാലോ മാരത്തൺ എന്ന് പറഞ്ഞാൽ കുറച്ച് റഷ് ആയിരിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് ടൈം ഉണ്ടാവില്ല. കാരണം ബോട്ടണി സുവോളജി ഒരു ദിവസം ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് പ്രിയാമിസും സെക്കൻഡ് ഹാഫ് ആണ് ഞാൻ ഉണ്ടാവുക മിക്കവാറും. അപ്പൊ അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പൊ ഈ റിവിഷൻ ഒക്കെ നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി ഉപയോഗിക്കുക. റിവിഷൻ സമയത്താണ് നമ്മൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തോളൂ. മാരത്തൺ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോകരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പാറ്റേൺ ഒക്കെ അറിയാം. എന്നാലും ടീച്ചർ ഒന്നുകൂടെ പറയാണ്, മാരത്തൺ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് ഒരിക്കലും പോകരുത്. അവിടെ കാണിക്കാൻ പറ്റാത്ത, കാരണം സമയം ലിമിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ കാണിക്കാത്ത കുറെ ചോദ്യങ്ങള് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. റിവിഷന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓർമ്മയിൽ ഉണ്ടാവണേ. സൗണ്ട് കുറവാണ്. വേറെ ആർക്കെങ്കിലും സൗണ്ട് ഇഷ്യൂസ് ഉണ്ടോ? സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതല്ല ഓക്കെ. അപ്പൊ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തു. ഇന്ന് നമുക്ക് മോഡൽ എക്സാം ഉണ്ട്. ഏതാണ് എക്സാം? 9 മണിക്കാണ് എക്സാം. 9 മണിക്ക് നമ്മുടെ മോഡൽ എക്സാം ഉണ്ട്. കെമിസ്ട്രി അല്ലേ ഇന്നത്തെ എക്സാം അല്ലേ? ഓക്കെ, അത് 9 മണിക്കാണ്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ആയിട്ട് എന്തായാലും ടീച്ചർ ക്ലാസ് ഒക്കെ നിർത്താം. എക്സാമിന് സെറ്റ് ആക്കിയിട്ട് നിർത്താം നിങ്ങളെ കേട്ടോ. പഠിച്ചോ? കെമിസ്ട്രി പഠിച്ചോ? അപ്പൊ മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ ഒരു പ്രാക്ടീസ് കിട്ടും. മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാട്ടോ. നിങ്ങൾ അവിടെ മാർക്ക് എന്നതിനേക്കാൾ ഉപരി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോണ എക്സാം അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഈ ദീപു സെൽവകുമാർ ഒക്കെ എന്താണ് ക്യാമറ ഓഫ് ആക്കിയിരിക്കണേ? ദീപു ക്യാമറ ഓൺ ചെയ്ത് വെച്ച. അതുപോലെ ആൽഫി പ്രിൻസ്, ആൽഫി അവിടെ ഉണ്ടോ? ആൽഫി സ്റ്റക്ക് ആണോ? മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിൽ ന്യൂ ജോയിനീസ് ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല.
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അതുപോലെ റോട്രിക്സ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന റോട്രിക്സ്? ക്യാമറ ഓൺ ചെയ്യണം, ലൈറ്റ് ഓൺ ചെയ്യണം. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ടീച്ചറോട് പറയണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് റിപ്ലൈ തരണം. പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏത് ചാപ്റ്റേഴ്സാ റിവൈസ് ചെയ്യാൻ പോണേ മക്കളെ? പറഞ്ഞേ, അതിനെ പറ്റി ഒരു ബോധം ഉണ്ടോന്ന് അറിയട്ടെ. ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാ നമ്മൾ നോക്കാൻ പോണേ? ലൈറ്റ് അടിച്ചു പോയി. റോട്രിക്സിന്റെ വീട്ടിൽ ആകെ ഒരു റൂമേ ഉള്ളൂ. റോട്രിക്സ് ആകെ ഒരു റൂമിൽ ആകെ ഒരു ലൈറ്റേ ഉള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണോ റോട്രിക്സ്? ഒരു റൂമിൽ ഒരു ലൈറ്റ്, അങ്ങനെയാണോ? ഫോട്ടോസിന്തസിസിന്റെ ചാപ്റ്റർ സ്കൂളിൽ എടുത്തു. ദേവപ്രിയ നമ്മൾ അതവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ദേവപ്രിയ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല, മേ ബി കഴിഞ്ഞ വീക്കിലെ ക്ലാസ്സിലായിരുന്നു നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് വാങ്ങിച്ച് കാണണം. കുക്കിംഗ് സ്മോക്കർ റോട്രിക്സ്. then ദീപു, വിഷ്ണു. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ്, നോട്ട്, അതേപോലെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാവണം. നമ്മുടെ നമ്മുടെ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെല്ലിന്റെ 2 ചാപ്റ്റേഴ്സ്. സെല്ലിന്റെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അതും അതേപോലെ തന്നെ സെൽസ് ഡിവിഷൻ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന നമ്മുടെ 10th ചാപ്റ്റർ. ഈ 2 ആണ് നമ്മൾ ഇന്ന് നോക്കണേ. എല്ലാവർക്കും മെറ്റീരിയൽ ഒക്കെ കിട്ടിയില്ലോ അല്ലെ? കിട്ടാത്തവരൊന്നും ഇല്ലല്ലോ? അത് തുറന്നു നോക്കിയോ? പഠിച്ചോ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ? ഞാൻ വിളിക്കാം ഓരോരുത്തരെ. അപ്പൊ അത് തുറന്നു വെക്കാം. മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, പഠിക്കാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ സമയം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാട്ടോ. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല. ഇപ്പോ ആ മെറ്റീരിയൽ തുറന്നു വെക്കുക, അത് അവിടെ ഇരുന്ന് പഠിക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി ആരാണ്? ജിഷ്ണ. കുറെ പേര് ഇപ്പോഴാണ് ജോയിൻ ചെയ്തോണ്ടിരിക്കണേ. ജിഷ്ണ, അതുപോലെ ഉമ്മക്കുൽസു, അദീന. എപ്പോഴാ നമ്മുടെ ക്ലാസ്സിന്റെ സമയം? വേഗം ക്യാമറ ഓൺ ചെയ്തേ. ഉമ്മക്കുൽസു, ജിഷ്ണയൊക്കെ. വിഷ്ണു, ക്യാമറ ഓൺ ആക്കി വെച്ചേ. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയൂ, കമന്റിൽ പറയൂ. വേഗം ഓൺ ചെയ്തോളൂ. ട്രാവൽ ചെയ്യണം. ഓക്കെ ജിഷ്ണ. ഉമ്മക്കുൽസുന് എന്താ പ്രശ്നം? പറയേ. ജിഷ്ണ ഓൾറെഡി പറഞ്ഞു, വൈകാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നേരം വൈകിക്കണില്ല, കാരണം നമുക്ക് ഇന്ന് 9 മണി വരെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. 9 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഷാഹിദ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? സ്പെക്സ് എടുത്തിട്ട് വരാം. ഓക്കെ, ശരി. Who proposed the fluid mosaic model of plasma membrane? ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോ ഇതിനൊരു എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. നോട്ട് എടുത്തേ എല്ലാവരും. നോട്ട് ഇല്ലാത്തവരൊക്കെ വേഗം പോയിട്ട് നോട്ട് ബുക്ക് എടുത്തിട്ട് വരൂ. എടുത്തോ ഷാഹിദെ? നോട്ട് എടുത്തോ? എടുത്തു. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. ടീച്ചർ ഇവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതണ്ട. ഒരു ചോദ്യവും നിങ്ങൾ എഴുതണ്ട, കാരണം മെറ്റീരിയലിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ആൻസർ മാത്രം എഴുതിയാൽ മതി. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ആ നോട്ട് കാണിച്ചു തരും വേണം കേട്ടോ എഴുതിയത്. ഞാൻ സമയത്ത് ഞാനത് എഴുതിയില്ല, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറയണ്ട. എല്ലാവരുടെ കയ്യിലും നോട്ട് ബുക്ക് ഉണ്ടാവണം. നോട്ട് ബുക്കിനകത്ത് ആൻസേഴ്സും ഉണ്ടാവണം കേട്ടോ. കാരണം എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ 1-2 പേരല്ലേ എനിക്ക് കുറച്ച് പേരല്ലേ വിളിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ എന്താ ചെയ്യണേന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോട്ടിനകത്ത് ആൻസർ മാത്രം എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ എഴുതണ്ട. അപ്പോ ആൽഫി പ്രിൻസ് ക്യാമറ ശരിക്കും വെച്ചേ, ലാൻഡ്സ്കേപ്പിൽ വെക്കൂ. ക്യാമറ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. എല്ലാവരും ക്യാമറ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണ്ട. അതുപോലെ ഹാദിയ ഫാത്തിമ അല്ല കേട്ടോ, ഹാദിയ പി. ക്യാമറ ശരിക്കും വെച്ച് ഹാദിയ പി. മോളെ എനിക്ക് കാണുന്നില്ല, ഒരു ചുമരാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വിഷ്ണുവിന് എന്താണ് പ്രശ്നം? ക്യാമറ ഓൺ ആക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? പറയൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം. വിഷ്ണു അവിടെ ഉണ്ട്. വിഷ്ണു ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ റോട്രിക്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, ആൻസേഴ്സ് നോട്ട് ബുക്കിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ എൻറ്റയർ മെറ്റീരിയൽ ഞാൻ ഇമ്പോസിഷൻ ആയിട്ട് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ക്യാമറ ഒന്ന് ഓഫ് ആക്കണ്ട, ഓൺ ആക്കി വെച്ചോളൂ.
അമ്പലത്തിലാണോ? ഓക്കെ വിഷ്ണു, ശരി ശരി ശരി, അത് പറയണം മക്കള് കേട്ടോ, എന്നാലേ ടീച്ചർക്ക് അറിയുള്ളൂ. അതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ എഴുതിയോ എല്ലാവരും? ആൻസർ മാത്രം എഴുതിയാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുമ്പോ ആ മെറ്റീരിയൽ അങ്ങനെ അടച്ചു വെച്ചോളൂ കേട്ടോ, അത് നോക്കി പകർത്തണ്ട. അപ്പൊ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ആ മെറ്റീരിയൽ അടച്ചങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഓർത്ത് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അത് ഇതൊരു മാർക്കൊന്നും ഇല്ല, നമുക്കൊരു പ്രാക്ടീസ് അത്രേ ഉള്ളൂ. ഓക്കെ സെൽവകുമാറെ, കറക്റ്റ് 7:30 തന്നെ ഫുഡ് കഴിക്കണം അല്ലേ? എഴുതിയോ? എല്ലാവരും എഴുതിയില്ലേ? ജസ്റ്റ് ഇതൊന്ന് എടുത്ത് എഴുതിയാൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. 1 മാർക്ക് ചോദ്യമാണ്. കാമിലിയോ ഗോൾഗി ആണോ, ഷീൽഡൻ ആൻഡ് ഷ്വാൻ ആണോ, സിംഗർ ആൻഡ് നിക്കോൾസൺ ആണോ, റോബർട്ട് ബ്രൗൺ ആണോ? ഇതിനകത്ത് ആരാണ് പ്ലാസ്മയുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കണ്ടുപിടിച്ചത്, പ്രപ്പോസ് ചെയ്തതെന്നാണ് ചോദ്യം. എഴുതിയല്ലോ? സെറ്റ് അല്ലേ? ആ മക്കളെ, നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത് കമന്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നോട്ടിനകത്ത് എഴുതിയാൽ മതി, പിന്നെ കമന്റ് ചെയ്യണ്ട, ഞാൻ വിളിച്ചോളാം കേട്ടോ. അപ്പോ നമുക്ക് ആരെ വിളിക്കാം? ഡെൽവിൻ ഉണ്ടോ? ഡെൽവിൻ ഡെൽവിനെ നോക്കട്ടെ. നിങ്ങളോടത്ത് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. ഡെൽവിൻ ഇല്ല കേട്ടോ, ഡെൽവിൻ ഇല്ല. നമുക്ക് ഹാദിയ പി ഉണ്ടല്ലോ അവിടെ. ഹാദിയ പി, അൺമ്യൂട്ട് ചെയ്തേ ഹാദിയ. ഹലോ ഹാദിയ, അൺമ്യൂട്ട് ചെയ്യൂ. പോയോ പോയോ? അപ്പൊ നമുക്ക് ബിബിനോട് ചോദിക്കാം. ബിബിൻ പറയൂ, ആരാണ്? സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ഇത് തന്നെയല്ലേ എഴുതിയത് അല്ലേ? അല്ലെങ്കിൽ ഒന്ന് തിരുത്തുക കേട്ടോ, അത് തെറ്റ് എഴുതി വെച്ചോണ്ടിരിക്കരുത്. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. ഇതിനകത്ത് ഇത് ആര് പ്രപ്പോസ് ചെയ്തെന്ന് മാത്രമല്ല, ഈ മോഡൽ എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. എങ്ങനെയാണ് അതിനകത്ത് വരുന്നത്, ലിപ്പിഡിന്റെ ബൈലയർ, അതിന്റെ അറേഞ്ച്മെന്റ്, ടെയില്, അതുപോലെ ഹെഡ്, അങ്ങനത്തെ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ സ്ട്രക്ചർ, അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ, കാരണം അതും ചോദ്യം വരുന്ന ഭാഗമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഓർഗനലെ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ ഈസ് ഡാഷ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾ 8th പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. റൈബോസോം ആണോ, വാക്യൂൾ ആണോ, മൈറ്റോകോൺട്രിയോൺ ആണോ, ക്ലോറോപ്ലാസ്റ്റ് ആണോ? ആരാണ് നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്ന വിളിക്കപ്പെടുന്നത്? ആരാണ്? ആൻസർ എഴുതണം. എഗെയിൻ ഞാൻ പറയണു, ഇനി ഞാൻ ചോദിക്കണ സമയത്ത് ഞാൻ എഴുതിയിട്ടില്ല എന്നൊരു എക്സ്ക്യൂസ് ആരും പറയണ്ട. നോട്ട് ബുക്കിനകത്ത് നിങ്ങൾ ആൻസർ എഴുതണം. എഴുതിയാ? ആരാണ്? ദീപു പറഞ്ഞേ, ആരാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ? ആരാ? ആ, ഒന്ന് കാണിച്ചേ, എഴുതിയത് കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. മൈറ്റോകോൺട്രിയോൺ ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ. അതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. മാം എന്റെ കൈ ഇഞ്ചൂർഡ് ആണ്. ഓക്കെ ചിന്മയ, ഓക്കെ. ഐഡന്റിഫൈ ദി ഓർഗനലെ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ടു ഫംഗ്ഷൻ. ഇപ്പൊ 1 മാർക്ക് കഴിഞ്ഞു, നമ്മുടെ 1 മാർക്കിന്റെ കഴിഞ്ഞു. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്ത് ചെയ്യണം? ഓർഗനൽ ഐഡന്റിഫൈ ചെയ്യണം, അതിനൊരു മാർക്ക് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻസ് എഴുതണം, അതിന് ഹാഫ് വെച്ച് അതിന് 1 മാർക്ക്, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ വേഗം എഴുതിക്കോളൂ. ആദ്യം ഓർഗനൽ ഏതാണെന്ന് പറയാ, അതിന്റെ 2 ഫംഗ്ഷൻസ് ഏതാണെന്ന് എഴുതാം. വേഗം എഴുതിക്കോളൂ. മെറ്റീരിയൽ അടച്ചു വെച്ചോളൂ കേട്ടോ.
ബേസിൽ എന്താ ക്യാമറ ഓൺ ചെയ്യാത്ത? ബേസിലെ ഓൺ ആക്കിക്കേ. ജിഷ്ണ പറഞ്ഞു. അതുപോലെ തന്നെ അദീനക്ക് എന്താണ് പ്രശ്നം? ക്യാമറ ഓൺ ആക്കി വെക്കൂ. ഹാദിയ പി ജോയിൻ ചെയ്തൽ എന്താണ് ഹാദിയ പിയുടെ പ്രശ്നം? അൺമ്യൂട്ട് ചെയ്തേ ഹാദിയ. ഹാദിയ അൺമ്യൂട്ട് ചെയ്യൂ. അതുപോലെ തന്നെ ഉമ്മക്കുൽസും എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി ശരി, എഴുതി കഴിഞ്ഞു. സെറ്റല്ലേ? പറയൂ. ജിയ പറഞ്ഞ മോളെ, ഏതാണ് ഈ ഓർഗനലെ? ആ, എന്താണ് അതിന്റെ ഫങ്ഷൻ? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും ഇത് തന്നെയാണോ എഴുതിയിട്ടുള്ളത് മക്കളെ? ഗോൾഗി അപ്പാരറ്റസ് ആണ് അല്ലെ മെയിൻ ആയിട്ട്. രണ്ട് ഫംഗ്ഷൻ ആണ്, പാക്കേജിങ് അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോട്ടീനും ലിപ്പിഡും എവിടെ ഉണ്ടാവുന്നേ? ഗ്ലൈക്കോ പ്രോട്ടീൻ ഗ്ലൈക്കോ ലിപ്പിഡ് ഗോൾഗി ആണെന്ന് പറഞ്ഞു, ശരി, സമ്മതിച്ചു. സാധാരണ നോർമലി പ്രോട്ടീനും ലിപ്പിഡും സെല്ലിനകത്ത് ആരാ പ്രൊഡ്യൂസ് ചെയ്യണേ? വിസ്മയ, നവീൻ, നിങ്ങളൊക്കെ എന്തിനാ ക്യാമറ ഓഫ് ചെയ്യണേ? ഞാൻ വിളിച്ചോണ്ടിരിക്കും, വേറെ ഒരു നിവൃത്തിയില്ല, ക്യാമറ ഓൺ ചെയ്തോളൂ. നവീൻ ജോബെ, എന്താ പ്രശ്നം? വിസ്മയക്ക് എന്താണ് പ്രശ്നം? ഈ ഹാദിയ ഇനിയും അൺമ്യൂട്ട് ചെയ്ത് കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യൂ കേട്ടോ. ഹാദിയ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഇവിടെ പറയണം. പറയൂ, ആരാണ് നോർമൽ ആയിട്ട് പ്രോട്ടീനും ലിപ്പിഡും ഉണ്ടാക്കുന്നത്? ഫോർമേഷൻ ഓഫ് ലൈസോസോം, അത് വേണ്ട ദേവപ്രിയ. ഇതാണ് പ്രൈമറി ഫങ്ഷൻസ് രണ്ടെണ്ണം, അത് എഴുതിയാൽ മതി കേട്ടാ. പവർ കട്ടായി, ലൈറ്റ് അടിച്ചുപോയി, ഇപ്പൊ പവർ കട്ടായി. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിനകത്ത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അതിനകത്ത് അവര് ലിപ്പിഡിനെയും പ്രോട്ടീനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ രണ്ടുപേരും കൂടെ ലിപ്പിഡിനെ ഉണ്ടാക്കുന്നു, പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നതിനെ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് കറക്റ്റ് സൈറ്റിലേക്ക് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ആ റാപ്പിംഗ് എങ്ങനെയാ അവർ റാപ്പ് ചെയ്യണേ? ഗ്ലൂക്കോസ് വെച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വെച്ചാണ് അവർ റാപ്പ് ചെയ്യണത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും ഗ്ലൈക്കോ ലിപ്പിഡ് എന്നൊക്കെ പറയണത്. ഓർമ്മയില്ല അതൊക്കെ? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് കേട്ടോ. അതിന്റെ സ്മൂത്തും റഫുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കവർ ചെയ്ത പാക്കേജിങ് എന്ന് പറഞ്ഞ ആ ഡ്യൂട്ടി ചെയ്യണത് ഗോൾഗിയാണ്. അപ്പൊ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ പേര് മാറ്റും, അതിനെ ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും ആക്കി മാറ്റും. കാരണം പാക്ക് ചെയ്യുന്നത് എന്ത് വെച്ചാ പാക്ക് ചെയ്യണം? ഗ്ലൂക്കോസ് വെച്ചാണ് പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വെച്ചാണ് പാക്ക് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ റാപ്പ് ചെയ്യുന്നത്. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ, അതൊക്കെ ഓർമ്മയുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which one of the following is not a part of endomembrane system? Very simple question. Endomembrane സിസ്റ്റത്തിന്റെ ഒരു ഭാഗമല്ലാത്തത് ഏതാണ്? ലൈസോസോം ആണോ, വാക്യൂൾ ആണോ, ഗോൾഗി ആണോ, പെറോക്സിമോസ് ആണോ? ആരാണ്? എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്താണെന്ന് അറിയണം. അതിന് വേഗം എഴുതിക്കോളൂ, ഞാൻ വിളിക്കാട്ടോ. എഴുതിയോ? ആൻസർ എഴുതിയോ? നിങ്ങൾ ഇതില് കേൾക്കാത്ത ഒരാളുണ്ട്, അത് ആരാണ്? നമുക്ക് ആരോട് ചോദിക്കാം? നമുക്ക് ശിവാനി പറയൂ, ആരാണ് ഇതിനകത്ത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിനകത്ത് ഇല്ലാത്തത്? ആരാ? ഗുഡ് ഈവനിങ്. ആൻസർ എന്താണ്? പെറോക്സിമോസ് ആണ്. യെസ്, കറക്റ്റ് ആണ്. പെറോക്സിമോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ്.
അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. യെസ് വൈഗ ഐശ്വര്യ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ലൈസോസോമും വാക്യൂളും ഗോൾഗിയും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കണേ? അതിന്റെ കാരണം എന്താ? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുന്ന 4 ആൾക്കാരാണ് അല്ലെ, ബിക്കോസ് അവർ കണക്റ്റഡ് ആണ്. അവരുടെ 4 പേരുടെയും ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. അതറിയണം കേട്ടോ. എന്തുകൊണ്ടാണ് അവർ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്? അതിന് റീസൺ വേണ്ട. കാരണം ഇവര് 4 സെൽ ഓർഗനൽസും പരസ്പരം കണക്റ്റഡ് ആണ്, അവര് കോർഡിനേറ്റഡ് ആണ് അവരുടെ ഫംഗ്ഷൻ. അതായത് നമ്മുടെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീന് ലിപ്പിഡിനെ ഉണ്ടാക്കുന്നു, ഗോൾഗി അത് പാക്ക് ചെയ്യുന്നു, അങ്ങനെ 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 അവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വൈ ദേ കോൾഡ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. സെവറൽ റൈബോസോം അറ്റാച്ച് ടു എ സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ കോൾഡ് ഡാഷ്. വേഗം എഴുതിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ. അദീന മേരി ആൻസർ എഴുതുന്നുണ്ടോ നോട്ടിനകത്ത്? ആ യെസ്, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് ജിഷ്ണ. ഈ ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്തവരൊക്കെ എന്തായാലും ആൻസേഴ്സ് കമന്റ് ചെയ്യണം കേട്ടോ. ജിഷ്ണ കമന്റ് ചെയ്യുന്നുണ്ട്. ഉമ്മക്കുൽസു കേൾക്കുന്നുണ്ടോ? ആ നമുക്ക് എഴുതി കഴിഞ്ഞല്ലോ, നമുക്ക് ചോദിക്കാം കേട്ടോ. ആ ഫാത്തിമ പറയൂ, ഫാത്തിമ ദിൽന. ആ പോളിസോംസ്, അതർവൈസ് നമുക്ക് എന്ത് പറയാം? പോളിറൈബോസോം. യെസ് കറക്റ്റ് ആണ് കേട്ടോ. മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും ഇങ്ങനെയാണോ എഴുതിയത്? ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ, രണ്ടും എഴുതണ്ട. ഒന്നെങ്കിൽ പോളിസോം എന്ന് എഴുതാം, അല്ലെങ്കിൽ പോളിറൈബോസോം എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. എന്താണ്? ഒരൊറ്റ ചെയിനില് ഒരുപാട് mRNA ഇങ്ങനെ കമ്പൈൻ ചെയ്ത്, സെവറൽ റൈബോസോം ഒരു mRNA സ്ട്രാൻഡിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത്. ഇനി കളേർഡ് പ്ലാസ്റ്റിഡ്, ക്രോമോപ്ലാസ്റ്റ്. കളർലെസ് പ്ലാസ്റ്റിഡിനെ എന്താ പറയാ? കളർലെസ് പ്ലാസ്റ്റിഡ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നു, എഴുതി നോക്കും പറയാം. എഴുതി നോക്കൂ. കളർലെസ് പ്ലാസ്റ്റിഡിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആ കളർലെസ് പ്ലാസ്റ്റിഡിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയണം കേട്ടോ. നമുക്ക് അതിന്റെ ഒരു ടേബിൾ ഒക്കെ പഠിക്കാനുണ്ട്. ആ അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. യെസ് ഐശ്വര്യ എഴുതിയോ? ഏതാണ് കളർലെസ് പ്ലാസ്റ്റിഡ്? എല്ലാവരും എഴുതി കഴിഞ്ഞ ആൻസർ എഴുതിയോ? കളർലെസ് പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ലൂക്കോപ്ലാസ്റ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ലൂക്കോപ്ലാസ്റ്റ് ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണേ? വിശാഖിനെ എനിക്ക് കാണുന്നില്ല കേട്ടോ. വിശാഖെ ആ എന്തായാലും കളർ കൊടുക്കാന്നുള്ള കാര്യത്തിലല്ല അവരുടെ ഫംഗ്ഷൻ ഉള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് ലൂക്കോപ്ലാസ്റ്റ് ചെയ്യുന്നത് പ്ലാന്റ് ബോഡിയിൽ? അവർ ഏത് ജോലിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ആയിരിക്കണേ? പറയൂ ദേവപ്രിയ, ലൂക്കോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? എന്താണ്? കളർലെസ് ആണ്. അപ്പൊ പിന്നെ അവർ എന്തായിരിക്കും അവരുടെ മെയിൻ ജോലി? എന്താ പ്ലാന്റ്സിൽ അവർ എന്താ ചെയ്യുന്നുണ്ടാവാ? ഓർക്ക പറഞ്ഞ മോളെ. ഫോട്ടോസിന്തസിസാ. ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് വേണ്ടേ? ആ ഇത് ലൂക്കോപ്ലാസ്റ്റ് ആണ്. പഠിച്ചിട്ടില്ലേ ഇത്? ഈ ചാപ്റ്റർ പഠിച്ചില്ലേ? കേട്ടില്ല. കുറച്ചോ? ഇനി കുറെ ദിവസം ഉണ്ട് എക്സാമിന്, കുറച്ച് പഠിച്ചോണ്ടിരിക്കാൻ. ലൂക്കോപ്ലാസ്റ്റ് എന്താ ചെയ്യണേ? സ്റ്റോറേജ് ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. അവർക്ക് പ്രത്യേകിച്ച് കളർ ഒന്നും കൊടുക്കാനില്ല പ്ലാന്റ്സിന്, കളർലെസ് ആണ്. അപ്പൊ അവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിലാണ്. അത് സ്റ്റാർച്ച്, ഓയില്, ഫാറ്റ് അതിനൊക്കെയാ സ്റ്റോർ ചെയ്യുന്നത്. അതനുസരിച്ച് ലൂക്കോപ്ലാസ്റ്റിന് അഗെയിൻ 3-4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈലോപ്ലാസ്റ്റ്, ലിയോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ?
അതൊക്കെ ചോദ്യം വരണ ഭാഗമാണ് കേട്ടോ. ആ ഒരു ലുക്കോപ്ലാസ്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ആരെ സ്റ്റോർ ചെയ്യണോ എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കാണിക്കാം, ആ ചോദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ടീലോസെൻട്രിക് ആണെങ്കിൽ മിഡിൽ സെൻട്രോമിയർ ആണ്. മെറ്റാസെൻട്രിക് ആണെങ്കിൽ ക്രോമോസോം സെൻട്രോമർ സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ. ആക്രോസെൻട്രിക് ക്രോമോസോം ആണെങ്കിൽ സെൻട്രോമർ ക്ലോസ് വിത്ത് സെന്റർ. ഇതിലേതാണ് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പെയർ? അത് മാത്രം നിങ്ങൾ എടുത്തെഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എഴുതിയോ ഷാഹിദേ? എഴുതി. ഏതാണ് ഇതിലെ കറക്റ്റ് പെയർ? ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതി സമയം കളയരുത്. നമുക്ക് ഒരു 8:15 ആകുമ്പോഴേക്കും ഈ ചാപ്റ്റർ അവസാനിപ്പിച്ചാലാണ് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഏതാണ് ഇതിലെ കറക്റ്റ് മാച്ച് പെയർ? ഏതാണ് ഇതിനകത്ത്? ആക്രോസെൻട്രിക് ആണ് അല്ലേ? സെൻട്രിയോമർ ക്ലോസ് ഇറ്റ്സ് എൻഡ്. എൻഡിലേക്ക് വളരെ ക്ലോസ് ആയി, പക്ഷെ എൻഡിലേക്ക് എത്തിയോ? എൻഡിലേക്ക് എത്തിയിട്ടില്ല. എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആക്രോസെൻട്രിക് മാറി അവിടെ ആര് വരും? ടീലോസെൻട്രിക് വരും കേട്ടോ, അത് മറക്കരുത്. ടീലോസെൻട്രിക് ആണ് ഏറ്റവും എൻഡ് പോയിന്റ്. അറ്റത്താണ്, അവിടെ ഒരു ആം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ബിക്കോസ് അപ്പുറത്തെ ആം ഇല്ല. അത് കാരണം അവിടെ അറ്റത്താണ് നമ്മുടെ സെൻട്രിയോമർ പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ഇത് ഏറ്റവും അറ്റത്ത് എത്തിയിട്ടില്ല, എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡിൽ തന്നെയാണ് സെൻട്രിയോമർ വരണേ. നമ്മുടെ ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ക്രോമസോമുകളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് കൺസ്ട്രക്ഷൻ എവിടെയാണെന്നും പറയുന്നുണ്ട്. അതിന്റെ ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെയിം ഡയഗ്രാം തന്നെ എടുത്ത് നമ്മളോട് ലേബൽ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്ത നോക്കാം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫില്ല് ചെയ്തോളൂ വേഗം. ഫ്ലാറ്റ് മെംബ്രേനേഷ്യസ് സാക്ക് ഇൻ സ്ട്രോമ തൈലക്കോയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൈറ്റോകോൺട്രിയയിലുള്ള ഇൻഫോൾഡിങ്സിന് എന്താണ് പറയാ? മൈറ്റോകോൺട്രിയയിലുള്ള ഇൻഫോൾഡിങ്സിന് എന്താണ് പറയാ? പേര് മാത്രം എഴുതിയാൽ മതി. യെസ്, കറക്റ്റ് ആണ് ചിന്മയ. നിജിലിന് എന്താ പ്രശ്നം? നിജിലിന്റെ മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നും നിജിലിന് പ്രശ്നമാണ്. കറക്റ്റ് ആണ് കേട്ടോ. ആൻസേഴ്സ് കമന്റ് ചെയ്തിരിക്കുന്നത് ശരിയാണ്. അപ്പൊ നമുക്ക് നിജിലിനോട് തന്നെ ചോദിക്കാം. നിജിൽ അൺമ്യൂട്ട് ചെയ്തേ. നിജിൽ മുഹമ്മദ്, ഞാൻ പേര് വിളിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? നിജിൽ മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്യൂ. അപ്പൊ നിജിൽ അവിടെ ഇല്ല. ഓക്കെ, അർച്ചന ടീച്ചറെ നിജിലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. ഒന്നെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറയൂ. ആ വന്നല്ലോ. അൺമ്യൂട്ട് ചെയ്തേ നിജിലെ. ഈശ്വര, ഇന്നത്തെ ക്ലാസ് മൊത്തം ഞാൻ നിജിന്റെ പിന്നാലെ നടക്കേണ്ടി വരുമോ നിജിലെ? അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് അനുമാനിക്കണം അല്ലേ? അങ്ങനെ അനുമാനിക്കാൻ പറ്റില്ല. അർച്ചന ടീച്ചർ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ നിജിലിനെ. ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്ത് എന്റെ അടുത്ത് കാര്യം പറയണം കേട്ടോ ടീച്ചറെ. ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. എന്താണ് നിജിലിന്റെ പ്രശ്നം എന്നുള്ളത് അറിയാം. ഓക്കെ, മൈറ്റോകോൺട്രിയയുടെ ഇൻഫോൾഡിങ്സിന് നമ്മൾ ക്രിസ്റ്റേ എന്നാണ് പറയുന്നത്. ക്രിസ്റ്റേ. നമ്മൾ വേറെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്ററിനെ. ആ സിസ്റ്ററിനെയും ക്രിസ്റ്റയും കൂടെ തലതിരിച്ച് എഴുതരുത് കേട്ടോ. ഹു ഡിസ്കവേർഡ് ഗോൾഗി അപ്പാരറ്റസ്? ഇതറിയാത്തവരാരുമില്ല അല്ലെ? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഓപ്ഷൻ കണ്ട എഴുതാം. കമീലിയ ഗോൾഗി അല്ലേ? ഞാനത് ചോദിക്കുന്നില്ല, കാരണം ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജോർജ് പാലഡെ, റോബർട്ട് ബ്രൗൺ, കമീലിയ ഗോൾഗി, റോബർട്ട് ഹുക്ക്. കമീലിയ ഗോൾഗി ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഗോൾഗി അപ്പാരറ്റസിനെ ഡിസ്കവർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തെന്ന് പറയാം. കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്തു.
അടുത്ത നോക്കാം. സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദ സെൻട്രിയോമിയർ ആർ കോൾഡ് ഡാഷ്. അതായത് ക്രോമസോമിന്റെ സെന്ററിൽ ഉള്ളതാണ് സെൻട്രിയോമർ, കൺസ്ട്രിക്ഷൻ സെൻട്രിയോമർ. അതിന്റെ രണ്ട് സൈഡിലും ഡിസ്ക് ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെന്താണ് നമ്മൾ പറയുക? യെസ്, വേഗം എഴുതിക്കോളൂ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അല്ലാത്തതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനുള്ള സമയവും ഇല്ല നമുക്ക്. എഴുതിയോ എല്ലാവരും? ആൻസർ എഴുതി? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. വിസ്മയ പറയൂ, ഏതാണ് ആ സ്ട്രക്ചർ? ആ, കൈനറ്റോകോർ ആണ് അല്ലേ? മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ മതി ഹാദിയ. നിങ്ങൾക്ക് അയച്ചു തന്ന മെറ്റീരിയൽ നിങ്ങൾ പക്കയായിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ വർക്ക്ഔട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആ മെറ്റീരിയൽ ഇട്ട് തന്നിരിക്കണം. അപ്പൊ അത് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കൈനറ്റോകോർ. ഇനി ഇതൊന്ന് മാച്ച് ചെയ്ത വേഗം എല്ലാവരും. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്തോളൂ കേട്ടോ. കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൂം ചെയ്ത് തരാം. എഴുതി കഴിഞ്ഞാ പറയണേ. കഴിഞ്ഞു. എല്ലാവരുടെയും കംപ്ലീറ്റ് ആയോ? ആ, ഓക്കെ, ഒരു മിനിറ്റും കൂടെ കേട്ടോ, വേഗം എഴുതിക്കോളൂ. തരാം ഷാഹിദെ, വേണമെങ്കിൽ നിനക്കും ഉപയോഗിക്കാം. സെറ്റല്ലേ? ഓക്കെ, അപ്പൊ ഷാഹിദ് എന്നെ പറഞ്ഞോളൂ. ഒന്ന് എഴുതിയത് കാണിച്ച്. ആ, എന്താണ് ആൻസർ വരിക? സിന്തസൈസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ആരാണ് ചെയ്യണേ? ആ, മൈറ്റോകോൺട്രിയ. പിന്നെ ആ, ഗോൾഗി. ലൈസോസോം. പിന്നെ സെൻട്രിയോൾ. കറക്റ്റ്. എല്ലാവരും അങ്ങനെയല്ല എഴുതിയത്? നോക്കൂ, കറക്റ്റ് ആയിട്ടാണ് എഴുതിയത് നോക്കുക കേട്ടോ. യെസ്, അപ്പൊ ഇതിനകത്ത് ഡൈജഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ ലൈസോസോം. ഇപ്പോ ഈ ഇപ്പുറത്തെ കോളത്തിൽ തരുന്നത് എ കോളത്തിലായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളാണ് ബി കോളത്തിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ തരാം. എക്സാക്ട് ഫംഗ്ഷൻ തന്നെ തരണം എന്നില്ല. ചിലപ്പോ
ഈ ലൈസോസോമിന് ഡൈജഷൻ ഓഫ് ഇന്റർസെല്ലുലാർ മെറ്റീരിയൽസിന് പകരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും തരുന്നുണ്ടാവുക. സൂയിസൈഡൽ ബാഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നുന്നതുമായിട്ട് ബന്ധിപ്പിച്ച് എഴുതാം. അതുപോലെ എക്സ്ട്രാ ചിലപ്പോൾ വല്ല ഫംഗ്ഷനോ വല്ല സെൽ ഓർഗനോ തരും. അത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ശരി, അടുത്ത നോക്കൂ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് of chloroplast and ribosome from the given list and write them in appropriate column. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് വരിക? ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. സാക് ലൈക്ക് തൈലക്കോയിഡ് അതിനകത്ത് പ്രസന്റ് ഉണ്ട്. റൈബോസോം എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജോർജ് പാരഡേ. അതുപോലെ അത് 70 years ഉണ്ട്, 80 years ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഡബിൾ മെംബ്രെയിൻ ഉള്ള സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ് അതർ ദാൻ ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലാതെ ഡബിൾ മെംബ്രെയിൻ കാണിക്കുന്ന സ്ട്രക്ചർ കാണിക്കുന്ന വേറെ ഏതൊക്കെ സെൽ ഓർഗനൽ ഉണ്ട്? ആരൊക്കെയുണ്ട്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. മൈറ്റോകോൺട്രിയ ഉണ്ട്. പിന്നെ ന്യൂക്ലിയസ്. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, പ്ലാന്റ്സിലുള്ള ഒരാളാണ്. പ്ലാന്റ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഓൾറെഡി പറഞ്ഞല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതില് രണ്ടിലും ഇനിയിപ്പോ എല്ലാത്തിന്റെയും പേര് കമന്റ് ചെയ്യോ നിങ്ങൾ? ഇത്രയിലാണ് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ കാണുന്നത്. ഓക്കെ, യെസ്. ഈശ്വര, ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് നോക്കാം. റൈറ്റ് ഇനി 4 ഫങ്ഷൻസ് ഓഫ് മീസോസോം പ്രസന്റ് ഇൻ പ്രോക്യാരിയോട്ടിക് സെൽ. മീസോസോം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. എല്ലാത്തിനും ചോദിക്കുന്നതാണ് മീസോസോം. കാരണം ആ ഭാഗത്തുനിന്ന് കൂടുതൽ ഇതാണ് ചോദിക്കുക. മീസോസോം ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. വേഗം എഴുതിക്കോളൂ. ഏതെങ്കിലും 4 ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. 4 എണ്ണം എഴുതണം, എന്നാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. വേഗം എഴുതിക്കോ മീസോസോമിന്റെ ഫങ്ഷൻസ്. എഴുതിയോ? ആൽവിനെ പറഞ്ഞോളൂ, ഏതാണ് 4 ഫങ്ഷൻസ് മീസോസോമിന്റെ? അൺമ്യൂട്ട് ചെയ്തേ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. DNA replication, respiration. ഏതാണ്? സെൽ വാൾ ഫോർമേഷൻ. ഓക്കെ, ഒരെണ്ണം കൂടെ. ഏതാണ്? കേട്ടില്ല. ഓക്കെ. ഏതൊക്കെ എഴുതാം നമുക്ക്? മ്യൂട്ട് ചെയ്താ മോനെ. 4 എണ്ണം മതി. ഇനി 4 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പോസിബിൾ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നണം ഏതെങ്കിലും 4 എണ്ണം പഠിച്ചോളൂ. സെൽ വാൾ ഫോർമേഷൻ, അതേപോലെ തന്നെ DNA റെപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റെസ്പിറേഷൻ, സെക്രീഷൻ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക. എങ്ങനെയാണ് ഈ മീസോസോം ഉണ്ടാവണേ? എവിടെയത് ഉണ്ടാവണേ പറഞ്ഞേ? പ്രോക്യാരിയോട്ടിക് സെല്ലിലാണെന്ന് മനസ്സിലായി. പ്രോക്യാരിയോട്ടിക് സെല്ലിന്റെ എവിടെയാണ് മീസോസോം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ മീസോസോം ഉണ്ടാവണേ? ഇനിയിപ്പോ അതാണ് നമ്മളോട് ചോദിക്കണമെങ്കിലോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലാണ് മീസോസോം ഉണ്ടാവണേ അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഷേപ്പാണ്, ഡബിൾ മെംബ്രെയിൻ ഷേപ്പ്. പക്ഷെ ചില കേസസിൽ ഡബിൾ അല്ല, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ചില കേസസിൽ എന്ത് സംഭവിക്കണോ, ചില പ്രത്യേക സിറ്റുവേഷനിൽ ഈ പ്ലാസ്മ മെംബ്രെയിനിന് മോഡിഫിക്കേഷൻസ് വരാണ്.
പല ഷേപ്പിലേക്ക് അത് മാറും. എങ്ങനെയൊക്കെ മാറാം? ചിലപ്പോൾ ലാമലിന്റെ ഷേപ്പിൽ മാറാം, ട്യൂബ്യൂളിന്റെ ഷേപ്പിൽ മാറാം, അല്ലെ? അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ വെസിക്കിള് പോലെ ആവാം. പ്ലാസ്മ മെംബ്രെയിൻ അതിന്റെ ഷേപ്പ് പല രീതിയിലേക്ക് മാറ്റുക, മോഡിഫൈ ചെയ്യാണ്. അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഇവർ മോഡിഫൈ ചെയ്യണേ? ഇങ്ങനെ തന്നെ വെച്ചാൽ പോരെ. എന്തിനാണ് ഈ ലാമലിന്റെ ഷേപ്പിലും അതുപോലെ ട്യൂബ് ഷേപ്പിലും ഒക്കെ ആക്കുന്നത്? എന്തിനാ? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മുന്നേയും പല സ്ഥലങ്ങളിലും ഇതേ കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്മോൾ ഇൻഡസ്ട്രൈനുള്ള വില്ലസ്. എന്തിനാ വില്ലസ്? അതിന് സാധാരണ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നോർമൽ ടിഷ്യൂ പോലെ കൊടുത്താൽ പോരെ. എന്തിനാണ് അതിന്റെ ഫിംഗർ പോലെയൊക്കെ കൊടുത്തിരിക്കണേ? കാരണം സർഫസ് ഏരിയ കൂട്ടാം. അതേ ഒരു ഉദ്ദേശം തന്നെയാണ് മീസോസോമിനുള്ളത്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ്. മാത്രമല്ല ഇത്രയും ഫങ്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ മീസോസോം എവിടെയാണ്, എങ്ങനെയാണ് ഫോം ചെയ്യണേന്നും കൂടെ നമുക്ക് അറിയണം. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ സെൽ ഓർഗനലെ ഗിവൺ ഇൻ ദ പിക്ചർ. സെൽ ഓർഗനൽ ഓൾറെഡി മൈറ്റോകോൺട്രിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എയും ബിയും ഐഡന്റിഫൈ ചെയ്താൽ മതി. യെസ്, ജിയ കറക്റ്റ് ആണ് കേട്ടോ. ചിന്മയ കറക്റ്റ് ആണ്. ഞാൻ വിളിക്കാം കേട്ടോ. കഴിഞ്ഞോ? ജസ്റ്റ് ഇതിന് നമുക്ക് ബയോളജിയിലൊക്കെ മാർക്ക് മേടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ കുറെ എഴുതി കഷ്ടപ്പെടുന്നു വേണ്ട. ജസ്റ്റ് ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീണു. 2 മാർക്ക് 3 മാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. അതേപോലെ സിമ്പിൾ ആയിട്ട് പോവുകയും ചെയ്യും. കാരണം എക്സാക്റ്റ് ആ വേർഡ് എഴുതിയാലല്ലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ഓക്കെ, അപ്പൊ പറയൂ. ആര് പറയാം? ആദിത്യ പറഞ്ഞ മോളെ, ഏതാണ് എ ആൻഡ് ബി? അൺമ്യൂട്ട് ചെയ്ത ആദിത്യ. ആദിത്യ സ്റ്റക്ക് ആണോ ഇനി? യെസ്, ഐശ്വര്യ വൈക കറക്റ്റ് ആണ് ആൻസർ. ആദിത്യ സ്റ്റക്ക് ആണ്. അപ്പൊ നമുക്ക് വേറൊരാളിലേക്ക് പോകാം. ആ, ആദിത്യ വന്നോ? ആദിത്യ ഓക്കെ, അപ്പൊ നമുക്ക് ഇഷാകെ പറഞ്ഞേ. മൈറ്റോകോൺട്രിയ ആണ്. എയും ബിയും ഏതാണ്? അതിനകത്ത് ലേബൽ ചെയ്യേണ്ട ഭാഗങ്ങള്. ആ, ക്രിസ്റ്റ കറക്റ്റ് ആണ്. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്തത്? ഇവിടത്തെ ക്രിസ്റ്റയും അവിടത്തെ സിസ്റ്ററിനെയും തമ്മിൽ തെറ്റരുത് കേട്ടോ. ഞാൻ മുന്നേയും പറഞ്ഞു അത്. ഏകദേശം സിമിലർ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഒക്കെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൂക്കോപ്ലാസ്റ്റ് പഠിക്കാത്തവർ ശ്രദ്ധിക്കുക. ലൂക്കോപ്ലാസ്റ്റും ചോദിക്കും. ആ ലൂക്കോപ്ലാസ്റ്റിന്റെ ഡിഫറൻസിയേഷനും പഠിക്കണം കേട്ടോ ദേവപ്രിയ. അതിനകത്ത് വരുന്ന അമൈലോപ്ലാസ്റ്റ്, ഇലിയോപ്ലാസ്റ്റ് അതൊക്കെ സ്റ്റോറേജ് തന്നെയാണ്. പക്ഷെ ഇവര് സ്റ്റോർ ചെയ്യുന്നത് ഡിഫറെന്റ് സാധനങ്ങളാണ്. അപ്പൊ ഇതൊന്ന് മാച്ച് ചെയ്തേ. ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റും ഒക്കെ ഉണ്ട്. ഒന്ന് മാച്ച് ചെയ്ത വേഗം. ഇതിന് ഞാൻ ABCD ഇടാം. അപ്പൊ നിങ്ങള് എളുപ്പമുണ്ടാവും. ടേബിൾ ഒന്നും വരയ്ക്കണം എന്നില്ല കേട്ടോ. എ എന്താണ് ബി എന്താണെന്ന് എഴുതിയാലും മതി. ടേബിൾ വരച്ച് സമയം കളയണ്ട. കഴിഞ്ഞോ? ചെയ്തോളൂ.
മാച്ച് ദ ഫോളോയിങ് ഇഷ്ടംപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒറ്റ ചോദ്യത്തിൽ തന്നെ കുറെ ടോപ്പിക് കവറായി പോകും എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോർ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അതിനകത്തൊക്കെ കുറെ മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ മെറ്റീരിയലും ആ കോർ ക്വസ്റ്റ്യനും പഠിച്ചാൽ മതി, പിന്നെ വേറെ സമയം കളയണ്ട. ഓക്കെ, ഹാദിയ ഫാത്തിമ പറയൂ. ആ കറക്റ്റ് ആണ്. ബ്യൂട്ടി ചെയ്താ മോളെ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ ക്ലോറോഫിലിനെ കണ്ടെയ്ൻ ചെയ്യും. അമൈലോപ്ലാസ്റ്റ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെയാണ് സ്റ്റോർ ചെയ്യണേ. വെറുതെ അവിടെ സ്റ്റോറേജ് എന്ന് എഴുതി വെച്ച് അവസാനിപ്പിക്കരുത്. എന്തിനെ സ്റ്റോർ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്യണം. ലിയോപ്ലാസ്റ്റ് ഓയിലും ഫാറ്റും, ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ കരോട്ടിനോയിഡ്. ഇപ്പൊ ഇവരൊക്കെ എന്ത് കളേഴ്സ് ആണ് ഇമ്പാർട്ട് ചെയ്യണേന്ന് എല്ലാവർക്കും അറിയാലോ. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ ഗ്രീൻ കളർ ആണ്, അവിടുത്തെ പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ്. ഓക്കെ, കരോട്ടിനോയിഡ് ആണെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. നമ്മുടെ ക്സാന്തോഫിൽ ആണെങ്കിൽ യെല്ലോ ആ ഒരു കളറിലാണ് കാണുന്നത് കേട്ടോ. കളേഴ്സും കൂടെ നമുക്ക് അറിയണം. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്മൂത്ത് ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ വേഗം. ടേബിൾ വരച്ച് എഴുതാണെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് ചെയ്തോളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ സ്ട്രക്ചറിൽ എന്ത് വ്യത്യാസം വരുന്നു, അവരുടെ ഫംഗ്ഷൻ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്. കഴിഞ്ഞ പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടേബിൾ ആക്കി. സാധാരണഗതിയിൽ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ടേബിൾ ആക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇനിയിപ്പോ ക്വസ്റ്റ്യനകത്ത് ക്ലാസിഫൈ എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടാബുലേറ്റ് ചെയ്യണം. എങ്ങനെയായാലും കുഴപ്പമില്ല, ഡിഫറൻസ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കഴിഞ്ഞോ? എന്തുകൊണ്ട് സ്മൂത്ത് വന്നു, എന്തുകൊണ്ട് റഫ്നെസ് വന്നു എന്ന് പറയണം. പിന്നെ രണ്ടുപേരുടെ ഫംഗ്ഷനും, അതാണ് മെയിൻ വ്യത്യാസം. ഓക്കെ, ആൽഫി പ്രിൻസേ പറയൂ. ആ ഹലോ. ആ അത് ശരി, ഞാൻ വിചാരിച്ചു ആൻസർ പറയാൻ വേണ്ടി വരുമായിരിക്കുന്നു. ആൽഫി ക്യാമറ ഒന്ന് ശരിക്കും വെച്ച, എനിക്ക് ആൽഫിനെ കാണുന്നേ ഇല്ല. ഒരു സ്ഥലത്ത് ചാരി വെച്ചേ. ഓക്കെ, അപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, പറഞ്ഞാ മതി. എന്താ പഠിക്കാതെ വന്നേ? മറന്നുപോയോ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്താ അങ്ങനത്തെ ഫംഗ്ഷൻ വന്നേ, അതറിയോ? അപ്പൊ 2 ചാപ്റ്ററും പഠിച്ചിട്ടില്ല. അപ്പൊ ഇനി എപ്പോഴാണ് ഇതൊക്കെ പഠിക്കണേ? ഇന്ന് എക്സാമിന് പഠിച്ചിട്ടുണ്ടോ കെമിസ്ട്രി? ആ ശരി. അപ്പൊ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ 10 ടൈംസ് എഴുതി എനിക്ക് അയക്കണം കേട്ടോ ആൽഫി. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിക്കോ. ഇനിയിപ്പോ എക്സാം ആയ പിന്നെ നിങ്ങൾ അങ്ങനെ പോകും, ബിസി ആണ്, നാളെ വേറെ എക്സാം ഉണ്ട്. ഇപ്പോഴേ എഴുതി തുടങ്ങിക്കോട്ടെ ആൽഫി. അവിടെ നിന്ന് എഴുതിക്കോ, ആൻസർ 10 ടൈംസ് എഴുതി എനിക്ക് അയക്കാം. ഓക്കെ, സോ സ്മൂത്ത് ആൻഡ് റഫ് എന്തുകൊണ്ടാണ് മക്കൾ അങ്ങനെ പേര് വന്നത്? സ്മൂത്ത്നെസ്സിന് കാരണം ആബ്സെൻസ് ഓഫ് റൈബോസോം, പുറത്ത് റൈബോസോം ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്മൂത്ത് ആയിട്ട് അത് ഇരിക്കുന്നു.
മെയിൻ ആയിട്ട് സ്മൂത്ത് എന്താ ചെയ്യണത്? ലിപ്പിഡിനെ ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ സ്റ്റിറോയിഡൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റഫ്നെസിന്റെ കാരണം അതിന്റെ പുറത്ത് നിറയെ റൈബോസോം ഉണ്ട്. റൈബോസോം ഉള്ളത് കൊണ്ടാണ് റഫ്നെസ് വന്നത്. മെയിൻ ആയിട്ട് പ്രോട്ടീന്റെ സിന്തസൈസ് ആൻഡ് സെക്രീഷൻ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്ര എഴുതി അവസാനിപ്പിക്കാം. ഇനി what is the name of the model of plasma membrane proposed by Singer and Nicholson? Explain the structure of plasma membrane. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്ത് ബ്രീഫ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തത് ഒറ്റ വേർഡിൽ എഴുതി തീരാവുന്നതേ ഉള്ളൂ. ആ മോഡലിന്റെ പേര് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത്, അതിനാണ് മാർക്ക് കൂടുതൽ ഉണ്ടാവുക. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, ബ്രീഫ് ആയിട്ട് എഴുതിയാൽ മതി. എഴുതിയോ ഷാഹിദ? കഴിഞ്ഞ റോട്രിക്സ് കറണ്ടും പോയി എന്ന് പറഞ്ഞ ആ വഴിക്ക് പോയോ റോട്രിക്സ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ ആൻസർ ഒക്കെ എഴുതണുണ്ടോ ബുക്കിനകത്ത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും റിപ്ലൈ തരുന്നുണ്ട്. സമാധാനം. സ്ക്രീൻഷോട്ട് എടുക്കണ്ടെന്നാ? സ്ക്രീൻഷോട്ട് എടുക്കണ്ട. ശരി, ഈ എല്ലാ ക്വസ്റ്റിനും ആൻസർ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ എന്തിനാ സ്ക്രീൻഷോട്ട് എടുക്കണേ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തത് അല്ലേ? അപ്പൊ അതിനകത്ത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിൻ ആയിട്ട് ലിപ്പിഡ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടാണ്. ലിപ്പിഡിന്റെ ബൈ ലെയർ ആണ്, 2 ലെയർ മുകളിലും താഴെയുമായിട്ടുണ്ട്. അതിന്റെ ഇടയിലായിട്ടും അതിന്റെ ഇൻ ബിറ്റ്വീൻ മുകളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കുക, പ്രസന്റ് ആയിരിക്കുക. ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ് അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ വിത്ത് പോളാർ ഹെഡ് ഔട്ട്സൈഡ്. ഹെഡ് ഭാഗം പുറത്തേക്കും ടെയിൽ ഭാഗം അകത്തേക്കും എന്നുള്ള രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഇരിക്കുന്നത്. എക്വസ് എൻവയോൺമെന്റ് ആണ്. നമ്മൾ ഇതിനെ പറയുന്നത് തന്നെ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക്, ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കംപ്ലീറ്റ് ആയിട്ട് ഇത് സോളിഡും അല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇത് ലിക്വിഡും അല്ല, അങ്ങനത്തെ ഒരു നേച്ചറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ എന്നൊക്കെ വിളിക്കണം. ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അതിന്റെ പുറത്തു കൂടെ ഒഴുകി നടക്കാന്നാണ് പറയാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചതല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതിയതിനകത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല, അത് ആഡ് ഓൺ ചെയ്യാം. ഇനി എ ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ ഓഫ് ലീഫ് പിഗ്മെന്റ് ഷോ ദാറ്റ് ലീഫ് കൺസിസ്റ്റ് ഓഫ് 4 പിഗ്മെന്റ്. ഇത് 2018 ആ ഒരു കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ദ നെയിം ആൻഡ് കളർ ഓഫ് ഈച്ച് പിഗ്മെന്റ്. ഏതൊക്കെ പിഗ്മെന്റുകളാണ് ഉണ്ടായിരിക്കുക? സെലക്ടീവ്ലി പെർമിയബിൾ പറ്റും. ഓക്കെ, അത് സ്ട്രക്ചറിൽ പറ്റില്ല, അതൊരു ഫീച്ചർ ആണ്, പക്ഷെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെയാണ് 4 പിഗ്മെന്റുകൾ ഉള്ളത്? ആൻഡ് ഓൾസോ 4 പിഗ്മെന്റ് കൊടുക്കണ കളറും കൂടെ പറയണം. ഞാനത് കുറച്ച് മുന്നേ അത് പറഞ്ഞു ഓൾറെഡി. ക്ലോറോഫിൽ എ ആണെങ്കിൽ ബ്രൈറ്റ് ബ്ലൂ ഗ്രീൻ കളർ ആണ് കൊടുക്കുക. ക്ലോറോഫിൽ ബി ആണെങ്കിൽ യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ യെല്ലോ കളർ, കരോട്ടിനോയിഡ് ആണെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ടു ഓറഞ്ച് കളർ, ആ ഒരു റെഡ് ആ ഒരു ഷെയ്ഡിലേക്കൊക്കെ പോകും കരോട്ടിനോയിഡ്സ് ആണെങ്കിൽ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് ഓർത്തേക്കാം. ഇനി റൈബോസോം ഈസ് ദ സെൽ ഓർഗനലി സീൻ ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. മെൻഷൻ ഹൗ റൈബോസോം ഡിഫർ ഇൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. ഓൾസോ മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം. ഇത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ പ്രോകാരിയോട്ടിന്റെ ഭാഗത്ത് നമ്മൾ റൈബോസോമിനെ പഠിക്കുന്നുണ്ട്, യൂകാരിയോട്ടിന്റെ ഭാഗത്തും റൈബോസോമിനെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്ന് ആൻസർ ചെയ്തേ നോക്കട്ടെ. എന്താണ് വ്യത്യാസം? പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും റൈബോസോമിലുള്ള വ്യത്യാസം എന്താണ്?
ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. 9 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എക്സാം അല്ലേ. അപ്പൊ വേഗം എഴുതിക്കോ. കഴിഞ്ഞാ പറയണം കേട്ടോ. കാശിനാഥ് എഴുതിയോ? ഓക്കെ, നമുക്ക് ആരോട് ചോദിക്കാം? വിഷ്ണു, വിഷ്ണുവിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിഷ്ണു, വിഷ്ണു അവിടെ ഇല്ല എന്നാണ് എന്റെ ഒരു നിഗമനം. ഹലോ വിഷ്ണു. വിഷ്ണു കേക്കാമോ? ഹലോ വിഷ്ണു. ഉറക്കെ പറഞ്ഞ മോനെ, കേക്കാൻ പറ്റുന്നുണ്ടോ? ആൻസർ ചെയ്യൂ ഈ ക്വസ്റ്റിന്. വീട്ടിലെത്തിയോ? വിഷ്ണു ഉറക്കെ സംസാരിച്ച മോനെ. വീട്ടിലെത്തിയിട്ടില്ല. ഓക്കെ, ഇതിന് ആൻസർ അറിയാമോ? റൈബോസോമിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കണം, പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും ഉള്ളത്. ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്നാ. ഓക്കെ, ആൻസർ വേഗം കമന്റ് ചെയ്തേ. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും എന്താണ് ഉത്തരം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ വേഗം. ഓക്കെ, യെസ്. എന്താണ് ഇതിന് ആൻസർ വരുന്നത്? യൂക്യാരിയോട്ടിക് റൈബോസോം ആണെങ്കിൽ അത് എന്താണ്? 80S ആണ്. പ്രോക്യാരിയോട്ടിക് ആണെങ്കിൽ 70S ആണ്. പ്രോക്യാരിയോട്ടില് റൈബോസോം അസോസിയേറ്റഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ, യൂക്യാരിയോട്ടിലാണെങ്കിൽ അത് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ് അവരൊക്കെ ആയിട്ടാണ് കൂടുതൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. അത്രേ ഉള്ളൂ. കാരണം എന്താ? പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സെൽ ഓർഗനൽസിന് വലിയ കാര്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഒന്നും അവർക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് അത് ആരുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ യൂക്യാരിയോട്ട് എന്ന് പറയുമ്പോഴേക്കും അവിടെ സെൽ ഓർഗനൽസ് ഒക്കെ വളരെ മെച്ചോർഡ് ആണ്, വളരെ ഹൈലി ഡെവലപ്ഡ് ആണ്. അപ്പൊ അത്രയും പേരായിട്ട് നമ്മുടെ റൈബോസോമിന് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. എവിടെ പ്രസന്റ് ആണ്, ആബ്സെന്റ് ആണെന്ന് ഉദ്ദേശിക്കണം വിഷ്ണു? Based on the position of centromere, chromosome can be classified into 4 types. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്താണ് ഇത് വരുന്നത്. 4 ടൈപ്പ്. നെയിം ദ 4 ടൈപ്പ് ആൻഡ് ഓൾസോ സാറ്റലൈറ്റ് എന്താണ്? ചാപ്റ്ററിന്റെ എൻഡിൽ വരുന്ന ടോപ്പിക് ആണ് സാറ്റലൈറ്റ്. എഴുതുക കേട്ടോ. വിഷ്ണു ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണേ. ഏത് എവിടെ പ്രസന്റ് ആയി എന്നുള്ളതാണ് പറയണേ. പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും ഉള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യും കേട്ടോ. സാറ്റലൈറ്റ് ഡിലീറ്റഡ് ഒന്നും അല്ല ജിഷ്ണ, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് കേട്ടോ. എഴുതി കഴിഞ്ഞാ പറയണേ. ഏതൊക്കെയാണ് 4 ടൈപ്പ് ക്രോമോസോം? അതിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. പിന്നെ എന്താണ് സാറ്റലൈറ്റ്? കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞോ?
ഐശ്വര്യ, എന്ത് പറ്റി ഐശ്വര്യക്ക്? ഓക്കെ, ഹാദിയ പി പറയൂ. അൺമ്യൂട്ട് ചെയ്തേ ഹാദിയ. ആ, ഹലോ, കേക്കാമോ? ആ, കേക്കാൻ പറ്റുന്നുണ്ടോ ഹാദിയക്ക്? ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹാദിയ, ഞാൻ പറയുന്നത് കേക്കാമോ? ആ, എന്നാ ക്യാമറ ശരിക്കും വെച്ചേ ഹാദിയ. ഇങ്ങനെയാണോ ക്യാമറ വെക്കേണ്ടത് നമ്മുടെ ക്ലാസ്സില്? ലാൻഡ്സ്കേപ്പിൽ വെച്ചേ. നിങ്ങളെ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇത് നമ്മുടെ റൂളാണ്, ഇങ്ങനെ വെക്കണം ക്ലാസ്സില്. ആ, നോട്ട് ബുക്ക് എവിടെ? ഹാദിയ, നോട്ട് എവിടെ? നോട്ട് ബുക്ക് എവിടെ? നോട്ട് ബുക്ക്. പോയി. അൺമ്യൂട്ട് ചെയ്തേ. ഇതെന്താണ് ഇങ്ങനെ? ഹലോ ഹാദിയ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ക്ലാസ് ടീച്ചറെ അടുത്ത് പറയണോ? എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരാൾ വിളിക്കാം. ആദിത്യ പറയൂ. ആ ആ മ്യൂട്ട് ചെയ്യൂ. നോക്കാം ഏതൊക്കെയാണ്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. ഇതിനകത്ത് എന്താണ് സാറ്റലൈറ്റ്? സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോം ഫൗണ്ട് ബിയോണ്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സെക്കൻഡറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് കാണുന്ന ചെറിയ ഫ്രാഗ്മെന്റിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡയഗ്രാംസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് അടയാളപ്പെടുത്തിക്കോളൂ. അത് ഐഡന്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയണം. ആൻഡ് ലാസ്റ്റ്, ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. സെൽ തിയറി ആര് പ്രപ്പോസ് ചെയ്തു? എന്താണ് സെൽ തിയറിയിലെ ബേസിക് കോൺസെപ്റ്റ്? സെൽ തിയറി ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എക്സാക്ട് നിങ്ങളുടെ ആ തിയറി തന്നെ എഴുതുക. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒന്നും അത് എഴുതി വേറെ ഒന്നും ആക്കും, തിയറി ഒന്നും മാറ്റി എഴുതരുത് കേട്ടോ. ഇതാണ് ദേവപ്രിയ, നോക്കിക്കോളൂ. എഴുതിക്കോളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ആരോട് ചോദിക്കാം ഇനി? സെറ ആൻഡ് സെന, അവർ ആബ്സെന്റ് ആണോ ഒന്ന് രണ്ടുപേരും? ഓക്കെ, സെൽവകുമാറേ പറഞ്ഞേ, സെൽ തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ആ, അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ.
ആ ഹലോ കേക്കാം, പറഞ്ഞോളൂ. എന്തോ എന്നാൽ ആൻസർ പറഞ്ഞോളൂ. ഹലോ സെൽവകുമാറെ, കേക്കാമോ? ആരെ പ്രപ്പോസ് ചെയ്തേന്ന് പറഞ്ഞ ആദ്യം. കാണുന്നില്ലേ? ചോദ്യം ഇതാണ്, ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്? സയന്റിസ്റ്റുകളുടെ പേരെന്താ, അത് പറയൂ. സെൽവകുമാർ അതൊന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ, വേഗം ആൻസർ കമന്റ് ചെയ്യൂ, ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളത്. ഓക്കെ ഓക്കെ, ഷീൽഡനാണ് പ്രപ്പോസ് ചെയ്തത്. അത് മോഡിഫൈ ചെയ്ത് ലേറ്റർ നമ്മുടെ റുഡോൾഫ് വെച്ചു. എന്താണ് നമ്മുടെ സെൽ തിയറിയിൽ പറയുന്നത്? ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ് ആണ്. ആൻഡ് ഓൾസോ എല്ലാ സെല്ലുകളും അറൈസ് ചെയ്യുന്നത് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അപ്പൊ ആ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഓൾ സെൽസ് അറൈസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽ, അതാണ് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന പുതിയ പോയിന്റ്. അത് മോഡിഫൈ ചെയ്ത് നമ്മുടെ റുഡോൾഫ് വെച്ചാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ആദ്യത്തെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരാവുന്ന ചോദ്യങ്ങള്. മാക്സിമം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കോർ ക്വസ്റ്റ്യനകത്തുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അധികം താമസിക്കാതെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, സമയമൊക്കെ നമ്മുടെ കഴിയാറായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, 1 മാർക്ക് ആണ്. ഒബ്സർവ് ദ ഗിവൺ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ മൈറ്റോസിസിന് എന്താ പറയാ? യെസ് സെൽവകുമാർ, മൈറ്റോസിസിന് എന്താണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ചിന്മയ തന്നെ പറഞ്ഞോ, മൈറ്റോസിസ് എന്തായിരിക്കും അപ്പൊ? ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, മിയോസിസ് എന്ന് വെച്ചാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. അത് എന്തുകൊണ്ടാ റിഡക്ഷൻ ഡിവിഷൻ വന്നു എന്നുള്ളത് നമുക്ക് അറിയണം. എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ വന്നേ മിയോസിസില്? സെക്കൻഡ് മിയോസിസ് 1 മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 കഴിയുമ്പോൾ തന്നെ അത് പാരന്റിന്റെ ക്രോമസോം, കംപ്ലീറ്റ് ക്രോമസോം അത് റിഡ്യൂസ് ചെയ്യുന്നത്, ഹാഫ് ആയിട്ട് റിഡ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് റിഡക്ഷൻ ഡിവിഷൻ നമ്മൾ വിളിക്കുന്നത്. മിയോസിസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റിഡക്ഷനേ നടക്കുന്നില്ല. പാരന്റിന് ബോഡിയിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും തന്നെ എവിടെയുണ്ട്, കുട്ടികളുടെ കയ്യിലും ഉണ്ട്, ഹൗസ് സ്പ്രിങ്സിലും ഉണ്ടായിരിക്കും. ഒരു തരത്തിലും അവിടെ കുറയുന്നില്ല നമ്പർ ഓഫ് ക്രോമസോം. ഓക്കെ, അപ്പൊ അത് അറിയണം കേട്ടോ. അടുത്തത് ക്ലോസിംഗ് ഓവർ ഒക്കർ ഇൻ ഡാഷ് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. എവിടെയാ നടക്കുക? പ്രോഫേസ് 1ൽ ഒരു 5 സബ്സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏത് സബ്സ്റ്റേജിലാണ് ക്ലോസിംഗ് ഓവർ നടക്കുക? നിങ്ങൾ തറവായിട്ട് പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ അത്. മിയോസിസ് 1ല് പ്രോഫേസ് 1നകത്ത് വരുന്ന 5 സബ്സ്റ്റേജ് നിങ്ങൾ തറമായിട്ട് പഠിക്കണം. എവിടെ? കാരണം അതിനകത്ത് മൊത്തം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു എന്ന് വരില്ല. ഈ പറഞ്ഞ പോലെ ക്ലോസിംഗ് ഓവർ, ഹോമോലോഗസ് പെയറിങ്, സിനാപ്സിസ്, അതൊക്കെ എപ്പോഴും ചോദിക്കണതാ. അത് എവിടെ വരുന്ന നിങ്ങൾ എഴുതേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, വേറെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. എവിടെയാണ് വരുന്നത്? പാക്റ്റീനിലാണ് വരുന്നത് അല്ലെ? പാക്റ്റീൻ. അപ്പൊ ലെപ്റ്റോട്ടിൻ തൊട്ട് അവസാനത്തെ ഡയാകൈനസീസ് വരെയുള്ള 5 എണ്ണം കൃത്യമായിട്ട് പഠിക്കുക, എവിടെ എന്ത് വരുന്നു. ഇനി അടുത്തത്, സ്റ്റേജ് ബിറ്റ്വീൻ ദ 2 മിയോട്ടിക് ഡിവിഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്താണ് പറയുന്നത്? 2 മിയോട്ടിക് ഡിവിഷന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ്. സാധാരണഗതിയിൽ ഒരു മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത മിയോട്ടിക് ഡിവിഷൻ വരേണ്ടതാണ്. പക്ഷെ ഇൻ കേസ് അവിടെ ഒരു ലാഗ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന സ്റ്റേജിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ, ഇനി ആരോടെങ്കിലും ചോദിക്കാത്തതുണ്ടോ? ഇനി ഫാത്തിമ സന പറഞ്ഞേ, ആരായിരിക്കും ഇൻ ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ? വെരി ഗുഡ്, ഇന്റർകൈനസിസ്. മ്യൂട്ട് ചെയ്തോളൂ.
ഇന്റർകൈനസീസ് ആണ് കേട്ടോ. തെറ്റിച്ചെഴുതരുത്, വേറെ ആൻസർ ഒന്നും എഴുതി വെച്ചേക്കരുത്. ഒബ്സർവ് ദ ഗിവൻ ഡയഗ്രാം, ഐഡന്റിഫൈ ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. നിങ്ങൾക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ അനാഫേസും ഈ ഒരു സ്റ്റേജുമാണ് എല്ലാ വർഷവും ചോദിച്ചു കണ്ടിട്ടത്. വളരെ കോമൺ. എന്തുകൊണ്ടാണ് ഇത് മെറ്റാഫേസ് ആണ് അല്ലെ. മെറ്റാഫേസും അനാഫേസും എപ്പോഴും ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ആണ്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയണം ഇത് മെറ്റാഫേസ് ആണെന്നുള്ളതും. അനാഫേസ് എന്താ ഉണ്ടാവുക, രണ്ട് പോളിലേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിലുള്ളത് അനാഫേസ്. അത് എവിടെ കണ്ടാലും ഓർമ്മയിൽ കൊണ്ടുവരണം. അടുത്ത് നോക്കാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്. നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം കേട്ടോ. DNA synthesis take place in the dash phase of cell cycle. എവിടെയാ നടക്കുക, സെൽ സൈക്കിൾ ഓർക്കുക. അതിനകത്ത് നമുക്ക് G1, G2, S phase, G0 കുറെ ഉണ്ട്. അതിനകത്ത് എവിടെയാണ് നമ്മുടെ DNA സിന്തസൈസ് നടക്കുക? യെസ്, എവിടെയാണ് നടക്കുക, ഏത് ഫേസിലാണ് നടക്കുക? പറഞ്ഞേ കാശിനാഥ, ഏത് ഫേസിലാണ് DNA സിന്തസൈസ് നടക്കണേ? ഏതാ? എസ് ഫേസ്. മെറ്റാഫേസാ. സെൽവകുമാറെ എവിടെയാ നീ? എസ് ഫേസിലാണ്. സിന്തസൈസ് ഫേസ് എന്ന് തന്നെയാണ് അതിന്റെ പേര്, അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എസ് എന്ന് പറയണത്, എസ് ഫേസ്. അടുത്തത്, മിയോസിസ് ഇസ് ഹൈലി സിഗ്നിഫിക്കന്റ് ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം. ജസ്റ്റിഫൈ. നിങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? മൈറ്റോസിസിന്റെ കാര്യമല്ല ചോദിക്കണേ, മിയോസിസിന്റെ കാര്യമാണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസങ്ങളിൽ അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ജസ്റ്റിഫൈ ചെയ്തേ നോട്ടെ. എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? നോക്കാം. മിയോസിസ് എന്ന് പറയുന്നത് ഇസ് ദ മെക്കാനിസം ബൈ വിച്ച് കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമോസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ്. അല്ലെ, നമുക്ക് എത്ര ജനറേഷൻ കഴിഞ്ഞാലും ക്രോമോസോം നമ്പർ 23 പേരാണ്, അല്ലെങ്കിൽ 46 നമ്പർ ആണ്. അതൊരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് എന്തായി? ജനറ്റിക്കൽ ഡിസോർഡർ ആയി, അത് വേറെ അസുഖമായിട്ട് മാറി. അതർവൈസ് അത് കൺസേർവ് ചെയ്ത് എത്ര ജനറേഷൻ കടന്നു പോയാലും ക്രോമസോമിന്റെ നമ്പർ അതേപോലെ തന്നെ കൺസേർവ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമുക്ക് മിയോസിസ് ആവശ്യമായിട്ടുള്ളത്. അല്ലേ? എല്ലാ മനുഷ്യർക്കും 46 തന്നെയല്ലേ നമ്പർ ക്രോമസോമിന്റെ? ആർക്കും കൂടുതലൊന്നും ഇല്ലല്ലോ. കൂടുതലുണ്ടെങ്കിൽ പിന്നെ അതൊരു സിൻഡ്രോം ആയി. അതർവൈസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അതുപോലെ തന്നെ ജനറ്റിക്കൽ വേരിയേഷൻസ് കൊണ്ടുവരിക, അതൊക്കെ മിയോസിസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി എന്താണ്? മാച്ച് ദ കോളം എ വിത്ത് കോളം ബി. എങ്ങനെയാണ് നമുക്ക് നോക്കാം. റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എവിടെയാണ് ഫോം ചെയ്യുക? കണ്ടോ, നിങ്ങൾക്ക് ആ പ്രോഫേസ് 1ലുള്ള 5 സബ് ഡിവിഷൻസ്, സബ് സ്റ്റേജസ്, അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ റീകോമ്പിനേഷൻ നൊഡ്യൂളിന്റെ കാര്യം, കൈസ്മാറ്റയുടെ കാര്യം, മെറ്റാഫേസ് പ്ലേറ്റ്, കൈനെറ്റോകോർ. അപ്പൊ ഇതൊക്കെ ആ 5 സ്റ്റേജ് നന്നായിട്ട് പഠിക്കണം. അതിൽ ആ സിനാപ്സിസ് ഒക്കെ എപ്പോഴും ചോദിക്കണതാണ്. ഹോമോലോഗസ് പെയറിങ്, ക്രോസിംഗ് ഓവർ, അതുപോലെ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ, ഈ കൈസ്മാറ്റ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് എവിടെയാണ്, ഏത് ഫേസിലാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യണത് എവിടെയാണ്? ക്രോസിംഗ് ഓവർ തുടങ്ങുന്ന സൈറ്റുകളിൽ. കൈസ്മാറ്റ, എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എവിടെ ഫോം ചെയ്യണോ? ഡിപ്ലോട്ടിയിലാണ് അത് ഫോം ചെയ്യണേ. മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രോമസോമുകളൊക്കെ സെൻട്രലിൽ വന്ന് അലൈൻ ചെയ്ത് നിൽക്കുന്നു. അതിനെയാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയാ. കൈനെറ്റോകോർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. ക്രോമസോമില് സെൻട്രിയോമറിന്റെ സൈഡുകളിൽ കാണുന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് കൈനെറ്റോകോർ. തെറ്റിക്കരുത് കേട്ടോ.
ഇനി ഇതൊന്ന് ലേബൽ ചെയ്തേ. ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെൽ സൈക്കിൾ, ഐഡന്റിഫൈ ദ സ്റ്റേജസ് എ ആൻഡ് ബി, റൈറ്റ് ദി പെക്യൂലിയാരിറ്റി ഓഫ് ദ സ്റ്റേജ് നോട്ടഡ് ആസ് സി. എയും ബിയും പേര് മാത്രം എഴുതിയാൽ മതി, പക്ഷെ സിയുടെ പേരും എഴുതണം, അതിന്റെ ഒരു പെക്യൂലിയാരിറ്റിയും കൂടെ എഴുതണം. ഹാദിയ ഫാത്തിമ എന്ത് പറ്റി? എടുക്കാണോ? സിയുടെ പെക്യുലാരിറ്റി എന്താ? സി എന്താണെന്ന് ആദ്യം എഴുതൂ. ഫീവർ ഉണ്ട്. ഓക്കെ, ശരി ശരി. കഴിഞ്ഞോ? ഓക്കെ, ഏതാണ്? എ എന്ന് പറയുന്നത് എസ് ഫേസ് ആണ്, നേരത്തെ കണ്ട സിന്തസൈസ് ഫേസ്. G2, ബി എന്ന് പറയുന്നത് G2 ആണ്. G1 ഓൾറെഡി ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. G1 S G2. പിന്നെയാണ് എം ഫേസ് വരണം. എം ഫേസിനാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ മെറ്റാഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ് ഒക്കെ നടക്കുന്നത്. ഇനി സി എന്ന് പറയുന്നത് G0 ഫേസ് ആണ്, അതിനെയാണ് ക്വിസിംഗ് സ്റ്റേജ് എന്ന് പറയണേ. എന്താണ് അതിന്റെ പ്രത്യേകത? ക്വിസിംഗ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടക്കുന്നില്ല. വൺസ് അവര് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവർ ആ സൈക്കിളിൽ നിന്ന് ലീവ് ചെയ്ത് പോവുകയാണ്. അതാണ് ക്വിസിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഫർദർ ഡിവിഷൻ ഇല്ല. എക്സാമ്പിൾ ആരാ? ഒരു എക്സാമ്പിൾ നമ്മളവിടെ പഠിച്ചത് അതാരായിരുന്നു? ഹാർട്ട് സെൽ കേട്ടോ. ഹാർട്ടിന്റെ സെല്ലിന്റെ ആണ് നമ്മളവിടെ എക്സാമ്പിൾ പഠിച്ചത്. ക്വിസിംഗ് സ്റ്റേജിന് എക്സാമ്പിൾ പഠിച്ചത്. ഹാർട്ട് സെല്ലിന് ഒരു തവണ ഫോം ചെയ്താൽ ഫർദർ ഹാർട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ നോട്ട് ചെയ്യാം. ഇനി അഗെയിൻ അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇതിൽ മൊത്തം നമ്മുടെ ആ ഒരു 5 സബ് സ്റ്റേജ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് നോക്കിക്കേ, ട്രൈ ചെയ്തേ. ഞാൻ വലുതാക്കി കാണിച്ചു തരാം. കഴിഞ്ഞോ? ഫിൽ ചെയ്യാൻ പറ്റിയോ? നോക്കാം. ഇതിനകത്ത് സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഗോട്ടിനിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് ക്രോമോസോമിന്റെ പെയറിംഗ് ആണ്. സിനാപ്സിസ് അല്ലെങ്കിൽ സിനാപ്റ്റോമിയൽ കോംപ്ലക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാം. ഇനി ബി എന്താണ്? ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റീനിലാണ്. സിനാപ്റ്റോമിയൽ കോംപ്ലക്സിന്റെ ഡിസൊല്യൂഷൻ നടക്കുന്നത് ഡിപ്ലോട്ടിനിലാണ്. ടെർമിനലൈസേഷൻ ഓഫ് കൈനസ്മാറ്റ് ഡയാകൈനസിസിലാണ്. ഓക്കെ, ഇത് തന്നെ പല വിധത്തിൽ നമ്മളോട് ചോദിക്കാം. Cell cycle consists of 4 phases: G1, S, G2 and M. Write one important event take place during each phase. ഓരോന്നിലും നടക്കുന്ന ഒരെണ്ണം മതി. അതായത് G1 മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ്, പ്രൈമറി ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ്, അതുപോലെ S, G2, M ഓരോന്ന് വെച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? G1 ആണെങ്കിൽ മെയിൻ ആയിട്ട് സെൽ ഗ്രോത്ത്, മാക്സിമം മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് G1 ഫേസിൽ. സെൽ ഗ്രോത്ത് നടക്കുന്നു. അത്ര തന്നെ സെൽ ഗ്രോത്ത് ആണ് ആക്റ്റീവ് മെറ്റബോളിസം. എസിൽ എന്ന് പറയുമ്പോൾ DNA റെപ്ലിക്കേഷൻ, DNA സിന്തസൈസ് അല്ലെ? കാരണം ഇനി അതിന്റെ ഒരു ഡബിൾ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പൊ ഡബിൾ ഉണ്ടാവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് എല്ലാതും അതിന് നമ്പർ ഇൻക്രീസ് ആക്കി വെക്കാം. സെൻട്രിയോൾ റെപ്ലിക്കേഷൻ ഒക്കെ സംഭവിക്കും. G2 സെൽ ഗ്രോത്ത്, പ്രോട്ടീൻ സിന്തസൈസ്. എമ്മിലാണെങ്കിലാണ് ഡിവിഷൻ നടക്കുന്നത്. അവിടെ മിയോട്ടിക് ഫേസ് ഉണ്ട്.
മൈറ്റോട്ടിക് ഫേസ് അത് കഴിഞ്ഞ് വരുന്നു, ഡിവിഷൻ ഫേസ്, കാരിയോകൈനസിസ്, സൈറ്റോകൈനസിസ്, അവിടെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസിന്റെ ഡിവിഷൻ അറിയാലോ അല്ലെ? ന്യൂക്ലിയസ് ഡിവിഷൻ ആണ് കാരിയോ. സൈറ്റോകൈനസിസ് എങ്ങനെയാ? സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ. സൈറ്റോകൈനസിസിന്റെ കാര്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലാന്റ്സിലും അനിമൽസിലും രണ്ട് ഡിഫറെന്റ് രീതിയിലാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത് അല്ലേ? പ്ലാന്റ്സിൽ എങ്ങനെയാ നടക്കുക? അവിടെ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു, എന്നിട്ടാണ് പ്ലാന്റ്, കാരണം പ്ലാന്റ്സിന്റെ സെല്ലില് സൈറ്റോപ്ലാസം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്, കാരണം അതിന് സെൽ വാളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സെൽ പ്ലേറ്റ് ഒക്കെ ഫോം ചെയ്താൽ മാത്രമേ അവിടെ ഈ ഡിവിഷൻ നടക്കുള്ളൂ. അതർവൈസ് അനിമൽ സെല്ലിലാണെങ്കിലോ അങ്ങനെ പ്രത്യേകിച്ച് സെൽ പ്ലേറ്റ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു വെസിക്കിൾ ഫോം ചെയ്യും, ചെറിയ ചെറിയ വെസിക്കിൾസ്, then ആ വെസിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഡിവിഷൻ നടക്കുന്നത്. സൈറ്റോകൈനസിസ് ഇൻ അനിമൽസ്, ആ ഡിഫറൻസ് നമുക്ക് അറിയണം കേട്ടോ. ഇനി നോക്കൂ, prophase of the first meiotic division is typically longer and complex. It has been further subdivided into 5 phases. അത് നമുക്കറിയാം. മേജർ ഇവന്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല, ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ സ്റ്റേജ് ABCD. ഈ മൊത്തം എണ്ണം ഏതൊക്കെ ഫേസിൽ നടക്കുന്ന ഇവന്റുകളാണ്. അറേഞ്ച് ദീസ് സ്റ്റേജസ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പൊ ഇവന്റ് നമുക്ക് സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ? സൈഗോട്ടിനില് ഡയാകൈനസിസ്, പാക്കേജിങ്. സൈഗോട്ടിനിൽ എന്താ നടക്കുന്നത്? ഹോമോലോഗസ് ക്രോമോസോം, ഹോമോലോഗസ് പെയറിംഗ് എന്നൊക്കെ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടെർമിനലൈസേഷൻ ഓഫ് കയസ്മാറ്റ, ഡയാകൈനസിസ്. ക്രോസിംഗ് ഓവർ, പാക്കറ്റിംഗ്. വിസിബിൾ ആവുന്ന സമയം എപ്പോഴാണ്? ലെപ്റ്റോട്ടിൻ. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടിൻ. അവിടെയാണ് നമുക്ക് ഇവരെ വിസിബിൾ ആവുക. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡിവിഷനിലേക്ക് പോകും. കയസ്മാറ്റ, ഡിപ്ലോട്ടിൻ. ഇനി ഇവർ ഓർഡറിൽ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഓർഡറിൽ പഠിക്കുക. അതേപോലെ ഇതും ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇനി അടുത്തത്, മിയോസിസ് എൻഷ്യൂർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമേറ്റ് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം. വൈ ഈസ് മിയോസിസ് കോൾഡ് റിഡക്ഷൻ ഡിവിഷൻ? ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മിയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മിയോസിസിൽ നടന്നില്ലെങ്കിൽ ക്രോമോസോം നമ്പർ 92 ആയിട്ട് മാറും. നമ്മളത് കണ്ടതാണ് ഓൾറെഡി. അപ്പൊ അത് 92 ആവരുത്, അത് എപ്പോഴും 46 നമ്പർ തന്നെ ആവണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഫസ്റ്റ് ഹാഫിൽ ഒരു റിഡക്ഷൻ നടന്നത്. റൈറ്റ് ഇൻ 2 മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. പാരന്റ് സെല്ല് റെഡ്യൂസ് ആവുന്നു, ഹാഫ് ആവുന്നു, പറഞ്ഞത് തന്നെയാണ്. മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കൺസേർവ് ചെയ്യാം. ക്രോമോസോം നമ്പർ എത്ര ജനറേഷൻസ് കടന്നു പോയാലും അത് 46 എണ്ണം തന്നെയാണ്, അതിന് ഒരിക്കലും ഒരു മാറ്റമില്ല. അപ്പൊ അതിന് മെയിൻ കാരണം ആരാ ഷാഹിദേ? മിയോസിസ് ആണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അതുപോലെ തന്നെ ജനറ്റിക് വേരിയബിലിറ്റി അല്ലേ, നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസ് വരാനുള്ള കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു? മിയോസിസ് ആണ് നടക്കുന്നത്. രണ്ട് പാരന്റ്സ് അവിടെ ഇൻവോൾവ് ആണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. മിയോസിസിന്റെ മാത്രമല്ല മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസും പഠിക്കണം. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാ? എഴുതി തന്നിട്ടുണ്ട്. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഴുതാ അവിടെ? മൈറ്റോസിസ് എവിടെ നടക്കുക? ഏത് സെല്ലിലാണ് നടക്കുക? മിയോസിസ് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലുകളിലാണെങ്കിൽ, കാരണം റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സെൽ ഡിവിഷൻ ആണ് മിയോസിസ്. മൈറ്റോസിസ് എവിടെ നടക്കുക? ഏത് സെൽസിലാണ് മൈറ്റോസിസ് നടക്കുക? മറന്നോ? സൊമാറ്റിക് സെൽസില്. മിയോസിസിന്റെ തന്നെ സിഗ്നിഫിക്കൻസ് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, മൈറ്റോസിസിനെയും ചോദിക്കാം. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് അത് സൊമാറ്റിക് സെല്ലിലാണ് നടക്കുക. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ നോർമൽ കയ്യിലും കാലിലൊക്കെ കാണുന്ന സെല്ലുകളിൽ. എന്താണ് പ്രത്യേകത? സെൽ ഡിവിഷൻ, സെല്ലിന്റെ നമ്പർ കൂട്ടുക എന്നല്ലെങ്കിൽ സെൽ ഗ്രോത്ത്, തന്നെയാണ് മൈറ്റോസിസ് നടക്കുന്നത്. നമ്മൾ നീളം വെക്കുന്നു, നമുക്ക് ഹൈറ്റ് വെക്കുന്നു അല്ലെ, വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മെച്ചുറേഷൻ, ഡെവലപ്മെന്റ്, ആ സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനാണ് മൈറ്റോസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. നമ്പർ ഡബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ ദേവപ്രിയ. ഓക്കെ, അതുപോലെ റിപ്പയറിംഗ്, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്ന് നാശമായി പോയാലും മൈറ്റോസിസ് നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകും. റിപ്പയറിംഗ്, അതൊക്കെയാണ് മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ. മിയോസിസിന്റെയും മൈറ്റോസിസിന്റെയും സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയണം. ഇനി റൈറ്റ് ദ നെയിം ഓഫ് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 in which of the following event take place. Name the enzyme that catalyze crossing over. What is the significance of crossing over?
സൈനാപ്സിസ് സൈഗോട്ടിനിലാണ്. കൈസ്മാറ്റ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഡയാകൈനസിസിലാണ്. ഇത് തന്നെ നോക്കൂ, എത്ര ചോദ്യത്തിലാണ് സെയിം കാര്യം തന്നെ പല രീതിയിൽ ചോദിച്ചിരിക്കണേ. ഇനി ഏതാണ് എൻസൈം? നമുക്ക് ആകെ കൂടെ അവിടെ ഒരേ ഒരു എൻസൈമിന്റെ പേരേ പഠിക്കാനുള്ളൂ. അത് മറക്കരുത്, റീകോംബിനേസ് എൻസൈം ആണ്. ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് അതിനെ കാറ്റലൈസ് ചെയ്യാം. കാറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡപ്പ് ആക്കാൻ. ഫോണിൽ ആ ഫീച്ചർ ഇല്ല. ദേവപ്രി ഏത് ഫീച്ചറിന്റെ കാര്യം പറയണേ? ഗൂഗിൾ ക്ലാസ് റൂമിന്റെ കാര്യമാണോ? ഓക്കെ, അപ്പൊ റീകോംബിനേസ് എന്ന് പറയുന്ന എൻസൈം മറന്നു പോകരുത്. അർച്ചന മിസ് അയച്ചു, അർച്ചന മിസ്സിനെ തിരിച്ചയച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ജെനറ്റിക് മെറ്റീരിയൽ, അതായത് രണ്ട് ക്രോമസോമുകൾ ഫോം ചെയ്യുന്നു. ക്രോസിംഗ് ഓവർ നടന്നാലാണ് അവരുടെ ജെനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുള്ളൂ. നമുക്ക് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ അച്ഛന്റെ മാത്രം ക്യാരക്ടർ ആണോ നമ്മുടെ ഉള്ളിലുള്ളത്? അല്ല, അമ്മയുടേന്ന് കുറെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ കാരണം ഈ ക്രോസിംഗ് ഓവർ ആണ്. രണ്ട് ക്രോമസോംസ് പരസ്പരം ജെനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ എന്നുള്ളത്. ഇനി എല്ലാവരും വേഗം എക്സാം എഴുതാനുള്ള പേപ്പർ ഒക്കെ എടുത്ത് വെച്ചേ. പേപ്പർ, പെന്ന് ഒക്കെ വേഗം സെറ്റ് ആക്കി വെക്കൂ. 9 മണിയാകുമ്പോൾ കറക്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ അർച്ചന മിസ് ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ. ഓൾറെഡി നിങ്ങൾ ഇന്നലെ എക്സാം എഴുതിയതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ അറിയാലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുമ്പോൾ അവിടെ കുറെ ബാച്ചസ് ഉണ്ടാവും. നിങ്ങളുടെ ബാച്ച് എടുക്കുക. അതിനകത്ത് ന്യൂ അസൈൻമെന്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എഴുതുക. എഴുതി കഴിഞ്ഞാൽ പേപ്പർ ഫോട്ടോ എടുക്കുക. ആഡ് വർക്ക് എന്നുള്ള ഓപ്ഷൻ താഴെയുണ്ട്. ആഡ് വർക്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. അവസാനം ഹാൻഡ് ഇൻ കൊടുക്കാൻ മറക്കരുത്. ഹാൻഡ് ഇൻ കൊടുത്താലാണ് നിങ്ങളുടെ പേപ്പർ ടീച്ചേഴ്സിന് വിസിബിൾ ആവുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ കാണണമെങ്കിൽ, വാലുവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാൻഡ് ഇൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ക്യാമറ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാമിന് നിങ്ങളുടെ മുഖം എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാനേ കാണുന്നുള്ളൂ. ക്യാമറ ഒന്നും ഓഫ് ആക്കി വെക്കണ്ട. പാരന്റ്സിനൊക്കെ വിളിച്ചടുത്തിരുത്ത. എല്ലാരും സെറ്റായോ? പഠിച്ചോ? എല്ലാവരും പഠിച്ചിട്ടാണോ വന്നിരിക്കണേ? ഇന്നലത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഏതായിരുന്നു എക്സാം? ഇന്ന് +2 കാർക്ക് ബോട്ടണിയാണ് എക്സാം. 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. വേണമെങ്കിൽ 2-3 മിനിറ്റും കൂടി ഉണ്ട്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തോളൂ. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വേണമെങ്കിൽ ചെയ്തോളൂ. അതിനുള്ള സമയമൊന്നുമില്ല. എന്നാലും എക്സാം തുടങ്ങുമ്പോ ബുക്കൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഇതിന്റെ അടുത്ത് വേറെ ഒന്നും വേണ്ട, എഴുതുന്ന ആൻസർ ഷീറ്റ് മാത്രം മതി. റോട്രിക്സ് ഇപ്പൊ കറണ്ട് വന്നോ? ക്യാമറ ഒക്കെ ഒരു സ്ഥലത്ത് വെക്കുക കേട്ടോ. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മൊത്തം ക്യാമറയും കൈ പിടിച്ചുകൊണ്ടിരിക്കണ്ട. ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് സമാധാനമായിട്ട് അവിടെ ഇരുന്ന് എഴുതുക. ഇവിടെ ടേബിൾ ഇല്ല.
ഒരു കുപ്പി ഉണ്ടാവോ? കുപ്പി വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടാവും. പുസ്തകമോ കുപ്പിയോ അതിന്റെ പുറത്ത് ചാരി വെച്ചാൽ മതി ഫോൺ. പിന്നെ അതിനു വേണ്ടി ടേബിളും സ്റ്റാൻഡും ഒന്നും വാങ്ങണ്ട നിങ്ങൾ. എന്നിട്ട് ബെഡിലാണ് ഇരിക്കുന്നെങ്കിൽ ബെഡിൽ എണീറ്റിരിക്കുക, ഫോൺ അവിടെ വെക്കുക, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. 9:20 വരെയാണ് എഴുതാൻ സമയം. അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്, ഇൻവിസിബിൾ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഫയല് കിട്ടുന്നില്ല. നെറ്റ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കൂ റോട്രിക്സ്. എന്നാ ക്യാമറ ഓഫ് ആക്കിക്കോളൂ ഐശ്വര്യ.
എക്സാം എഴുതാനുള്ള ടൈം കഴിഞ്ഞു കേട്ടോ. വേഗം എഴുതി അവസാനിപ്പിക്കുക. കഴിഞ്ഞവർ വേഗം അപ്ലോഡ് ചെയ്തോളൂ.
സോ ഇനി ആർക്കും ഫർദർ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, സോ താങ്ക് യു. ഇത്രയും വേഗം അപ്ലോഡ് ചെയ്തോളൂ കേട്ടോ.